ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 25. സുവിശേഷകനായ വിശുദ്ധ മർക്കോസ്. അഹരോന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനായ മർക്കോസും അവൻ്റെ അമ്മ മറിയവും ജെറുസലേമിൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധരായിരുന്നു. ഗത്സമനിയിൽ വച്ച് ഈശോയെ ബന്ധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന യുവാവ് മർക്കോസ് തന്നെ ആയിരിക്കണം. ഒരു യുവാവ് മാത്രം യേശുവിനെ അനുഗമിച്ചു. അയാളുടെ ദേഹത്ത് ഒരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അയാളെ പിടികൂടിയതും അയാൾ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടി രക്ഷപ്പെട്ടു. യുവാവായ മർക്കോസ് വിശുദ്ധ പൗലോസിന്റെയും ബർന്നബാസിനെയും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ സൈപ്രസ് വരെ അനുഗമിച്ചു. പിന്നീട് മർക്കോസ് പത്രോസിന്റെ കൂടെ ആയിരുന്നു. അധികകാലവും വിശുദ്ധ പത്രോസ് തൻ്റെ പ്രഥമ ലേഖനത്തിൽ മർക്കോസിനെ പുത്രനെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. പത്രോസ് ഒരിക്കൽ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം നേരെ ചെന്ന് അഭയം തേടിയത് മർക്കോസിന്റെ ഭവനത്തിലാണ്. പ്രസ്തുത ഭവനത്തിന്റെ ഒരു മുറിയിലായിരുന്നു ഒടുവിലത്തെ അത്താഴവും. പത്രോസിന്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിട്ടണമെന്ന് റോമാക്കാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയതെന്ന് പപ്പിയാസ് പറയുന്നു. വിശുദ്ധ പത്രോസ് മർക്കോസിനെ അലക്സാണ്ട്രിയയിലെ മെത്രാനായി നിയമിച്ചുവെന്നും അവിടെ വച്ച് ഏപ്രിൽ 24 വിജാതിയർ രക്തസാക്ഷിത്വ മകുടം നൽകിയെന്നും പറയപ്പെടുന്നു. വെനീസിലെ ബസിലിക്കായിൽ ഇന്നും വിശുദ്ധ മർക്കോസിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഈശോയെ ദർശിച്ച വിശുദ്ധ മർക്കോസെ ഞങ്ങൾക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.